നമസ്കാരം. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നുവെന്ന് പോലീസ്. ട്യൂഷൻ സെന്ററിലെ സംഘർഷത്തിന് ശേഷം പ്രതികളായ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രതികാര നടപടികൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ 5 പേരെ മാത്രമാണ് പിടികൂടിയത്. 15ഓളം പേർ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. CCTV അടക്കം പരിശോധിച്ച് അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട ശേഷിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ആളുകൾ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ചാൽ കേസെടുക്കാനാവില്ലെന്നും SSLC പരീക്ഷയായതിനാൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും പ്രതികൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുവെന്നാണ് വിവരം. പ്രായപൂർത്തിയാകാത്തതിൻ്റെ ഇളവ് ലഭിക്കുമെന്നും ഇവർ കണക്കുകൂട്ടി. വാടക വീട്ടിലായിരുന്ന ഷഹബാസിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ആളുകൾ നോക്കി നിൽക്കെ നഗരമധ്യത്തിൽ വെച്ചാണ് മർദ്ദിച്ചത്. അടുത്ത സുഹൃത്തായിരുന്നു വിളിച്ചിറക്കിക്കൊണ്ടുവന്നത്. ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും 10ാം ക്ലാസ്സുകാരായ മറ്റു വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നുവെന്ന വിവരവും ഇതിനിടെ പുറത്തുവന്നു. അന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു അക്രമി സംഘം. താമരശ്ശേരി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരെയാണ് മർദ്ദിച്ചത്. സ്കൂളിന് സമീപത്തും വയലിലുമായാണ് സംഘടനമുണ്ടായത്. അന്ന് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. രക്തം ഉൾപ്പെടെ റോഡിൽ വീണിരുന്നു. മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അന്ന് അക്രമ സംഘത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി രക്ഷിതാക്കൾ എത്തുകയായിരുന്നു. നിലവിലെ കേസിൽ പ്രതികളായ 3 കുട്ടികളുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ അക്രമത്തിന് പിന്തുണ നൽകിയിരുന്നതായിട്ടാണ് വിവരം. ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത 5 വിദ്യാർത്ഥികളിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനുമുണ്ട്. ഒരാളുടെ രക്ഷിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. കരാട്ടയിൽ ഉപയോഗിക്കുന്ന നഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതര പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത്. നഞ്ചക്ക് ലഭിക്കാൻ മുതിർന്നവരുടെ സഹായം ലഭിച്ചോ എന്നത് പരിശോധിക്കും. പ്രതികൾ അംഗങ്ങളായ സമൂഹമാധ്യമ ഗ്രൂപ്പുകളിൽ പ്രായപൂർത്തിയായവരുണ്ടോ എന്നും പരിശോധിക്കും. ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. സംഘർഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെ കണ്ടെത്തുന്നതിന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. കേസിൽ പ്രതികളായ 5 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇവരുടെ ജാമ്യാപേക്ഷയും തള്ളി. 5 പേരെയും ജുവനൈൽ ഹോമിലേക്ക് അയക്കും. പരീക്ഷ എഴുതാനുള്ള അവസരം നൽകും. കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടില്ലെന്ന ഉറപ്പിലാണ് വിദ്യാർത്ഥികൾ അക്രമം നടത്തുന്നതെന്ന് താമരശ്ശേരി സ്കൂൾ PT അംഗമായ PT നജീബ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാർത്ഥികളെ ശകാരിക്കുന്നതിന് പോലും അധ്യാപകർക്ക് ഭയമാണ്. വിദ്യാർത്ഥികൾ എന്ത് ചെയ്താലും അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചില രക്ഷിതാക്കൾക്ക്. അതിനാൽ എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് കുറച്ച് കുട്ടികൾ മാറി. എൻ്റെ മകൻ്റെ അടുത്ത സുഹൃത്താണ് ഷഹബാസ്. ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാലും ഞാനും സഹപാഠികളായിരുന്നു. പ്രതികളായ 5 കുട്ടികളുടെയും രക്ഷിതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ല. പല കുട്ടികളും പെരുമാറുന്നത് കുട്ടികളെ പോലെയല്ല. ചിലരെല്ലാം ക്രിമിനൽ മനസ്സുള്ളവരാണ്. അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല. അധ്യാപകരിൽ പലരും കുട്ടികളെ ഭയന്നാണ് ജീവിക്കുന്നത്. രക്ഷിതാക്കൾ കുട്ടികൾ ചെയ്യുന്നതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്. ഷഹബാസ് യാതൊരു പ്രശ്നത്തിലും ഇടപെടാത്തവനാണ്. ഇതിനു മുൻപും ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ടതായി അറിയില്ലെന്നും നജീബ് പറഞ്ഞു. എളേറ്റിൽ വട്ടോളിയിലെ MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷഹബാസ്. സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പരിപാടിക്കിടെ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുമ്പോൾ സാങ്കേതിക തടസ്സമുണ്ടായി. പാട്ട് നിലച്ചതും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കൂവി. ഇതോടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. അന്ന് ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഇതിനുശേഷമാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രതികാരം ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്തത്. നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതിന് പിന്നിൽ പുറത്തുനിന്നുള്ള പിന്തുണയുണ്ടായിരുന്നുവെന്നാണ് ഷഹബാസിന്റെ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം. മുതിർന്നവരുടെ സഹായത്തോടെയാണ് ഗൂഢാലോചന നടത്തിയതെന്നും രക്ഷിതാക്കൾ പറയുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ തന്നെയാണ് മർദ്ദനം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതെന്നുമാണ് പോലീസ് നിലപാട്.